അപ്പോൾ ഗൈസ് നമ്മളിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ അപ്പാപ്പനും അമ്മച്ചിയുടെയും കയ്യിൽ നിന്നാണ്. അതെ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2. സോ നമുക്ക് പ്ലേ കൊടുക്കാം. നോർമൽ മോഡിൽ ഇട്ടിട്ടാണ് കളിക്കണത്. നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇനിയും ഗെയിംസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നല്ല ഗെയിമിലോട്ട് കിടക്കാം. ലോഡിങ് ആണ്. ഡേ 1. ഗൈസ് ഏത് എസ്കേപ്പാണ് ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് കിട്ടുന്ന എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഡേ 1 ഇത് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ബെഡ്. സോ നമുക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഈ വാതിൽ തുറക്കാം. പിന്നെ നമ്മളിവിടെ പോയിട്ട് എന്തോ സാധനം ഓണാക്കണം. അപ്പോൾ സൗണ്ട് കേട്ട് ഗ്രാനിയും അമ്മച്ചിയും പാപ്പനൊക്കെ ഇങ്ങോട്ട്. ഈ ബട്ടണാണ് നമ്മൾ ഓക്കെ ഓണാക്കിയിട്ട്. യെസ്, നമ്മളവിടെ ഒരു സ്ഥലം കണ്ടായിരുന്നു. യെസ്, ഇതാണ്. എവിടെ പോയി വിളിക്കണം, അവരിങ്ങോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇവിടെ ആയിട്ട് വേറെ എന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പാപ്പൻ പോയിട്ടുണ്ട്, അമ്മച്ചി പോയില്ലല്ലോ. യെസ്, അപ്പാപ്പൻ നമ്മൾ കാണാൻ ചാൻസ്. ഓക്കെ, ഗ്രാനി കണ്ട്. അയ്യോ, ഡേ 1 അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഡേ 2 നോക്കാം. ഗൈസ്, നമുക്ക് എങ്ങനെയാലും മുകളിൽ വേണം. നിങ്ങൾ മുകളിലാണ് നമ്മുടെ സ്റ്റൺ ഗൺ, മറ്റേ ഷോക്ക് അടിപ്പിക്കണ ഗണ്ണില്ലേ, ആ ഗൺ സ്റ്റൺ ഗണ്ണാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അത് മുകളിലാണുള്ളതുകൊണ്ട് സോ നമുക്ക് മുകളിൽ പോകണം. സോ അതാണ് കളി. ഇവിടെ പറഞ്ഞ് കാണാനില്ല. ഊനോ അപ്പാപ്പൻ ഗൈസ്, അപ്പാപ്പൻ ഉണ്ട്. ഇതെന്താണ് ഗൈസ്? അപ്പാപ്പൻ അടിയിൽ അമ്മച്ചി മുകളിൽ. ഞാൻ ഇങ്ങോട്ട് പോകണാണ് ഗൈസ്. ഇപ്രാവശ്യം നമുക്ക് വേറെ വഴി പിടിക്കാം ഗൈസ്, ഇല്ലാണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഡേ 3 ആണിത്. ഇത്ര പെട്ടെന്ന് ഡേ 3 ആയി ഗൈസ്. സോ നമുക്ക് വീണ്ടും നേരം കളയാൻ പെട്ടെന്ന് മുകളിൽ പോകണം. അമ്മച്ചി ഇവിടെ ഉണ്ടോ? അന്നും കാണാനില്ല. പിടിച്ചു ഗൈസ്. ഇതെന്താണ് ഗൈസ്, എനിക്ക് തീരെ ലക്കില്ലാന്നുണ്ട് ഈ കളിയിൽ. ഡേ 4 ഗൈസ്. ഇതെന്താ ഇത്ര പെട്ടെന്ന് ഗെയിം ഒഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് കറങ്ങിപ്പോകാൻ നോക്കാം ഗൈസ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതിനും കാണാനില്ല. നമുക്ക് ഈ വഴി പോവാം. ഇതുവരെ ഇവിടേക്ക് ആരെങ്കിലും പോയാ? ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു. ഇവിടെ മുകളിലേക്കുള്ള ഒരു വഴിയുണ്ട്. ഓ, ഇത് ലോക്കഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരുമില്ല. സോ നമുക്ക് ഈ വാല് തുറക്കാം. സോ ഗൈസ്, നമ്മളിവിടെ സ്ലെൻഡറിയാൻ്റെ മോൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ക്രൗച്ച് ചെയ്ത് പോകാണ്ട്. വലുതുണ്ടോ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ നമുക്ക് വ്രഞ്ച് ഇട്ടിട്ട് ഇത് തിരിക്കണം. എന്നിട്ട് കൊച്ചുമോനും അടിച്ചുറക്കിയിട്ട് അവിടെ എന്നിട്ടുള്ളത് നോക്കണം ഗൈസ്. അതിനാണ് ഈ സ്ഥലം. ഓക്കെ, സോ നമുക്ക് ആരും കാണാണ്ട് മുകളിലത്തെ റൂമിൽ പോകണം ഗൈസ്. അമ്മച്ചപ്പാപ്പനൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, ഇതെന്താ ഒളിച്ചിരിക്കായിരുന്നു ഗ്രാനിയുടെ?
പക്ഷെ ഞാൻ ശബ്ദം പോലും കിട്ടില്ല. ഗ്രാനി ഒളിച്ചിരിക്കായിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേ. പക്ഷെ എൻ്റെ പൊന്നെ ഗ്രാനി ഭയങ്കര സീനാണ്. നമുക്ക് എങ്ങനെയും മുകളിലും തപ്പണം ഗൈസ്. സ്റ്റൺ ഗൺ ഉണ്ടോ നോക്കാം. നമുക്ക് ഈ വല ഇത് ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, ലാസ്റ്റ് ഡേ ഞാൻ അപ്പം എത്തിയിട്ടുണ്ട്. സുഭാഷ് ഇത്ര പെട്ടെന്ന് എൻ്റെ പിന്നിലെത്തിയ ഗൈസ്. ചത്തെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. നമുക്ക് ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഏതോ പെട്ടിയിലൊക്കെ ആയിരിക്കും മുള്ളുകൊണ്ട് കൊല്ലുണ്ട്. അമ്മച്ചി ഞാൻ തിരിച്ചു വരും. നമുക്ക് ഒരു വട്ടം കൂടി കളിച്ചു നോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. സോ ഗൈസ് നമുക്കൊന്നും കൂടി പ്ലേ. സോ ഡേ 1 ഗൈസ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എങ്ങനെയാണ് മുകളിലെത്തണം ഗൈസ്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റണ്ട് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് മുകളിലത്തെ നിലയിൽ പോകണം. സോ ആദ്യം ഈ വാതിൽ തുറക്കാം. മുകളിൽ പോകാം. മുകളിൽ നിന്ന് ഞാനേയും വരുവാന്നാണ് എനിക്കറിയില്ല. വലിച്ച് ഗ്രാനി ഓനോ രണ്ടുപേരും മുമ്പിലും പുറകിലും ട്രാപ്പായി കഴിച്ചു. ഞാൻ പുറകില അമ്മാമ, മുമ്പിൽ അപ്പാപ്പൻ. അങ്ങനെ ഡേ 2 വീണ്ടും മോളിക്ക് പോകണം. നടന്നില്ല ഗൈസ്. നമുക്ക് എങ്ങനെയും മോളിൽ പോകണം. ഞാൻ ഈ സാധനം ഒന്ന് വലിച്ചു നോക്കട്ടെ, ശബ്ദം ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് മോളിൽ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതേ ഇനി നടക്കുള്ളൂ. ഗൈസിന്റെ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലാണെന്നുണ്ട്. കുറച്ച് സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, ശബ്ദം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഓടിച്ചിരിക്കാം. അപ്പാപ്പനും അമ്മാമ്മ എങ്ങനെയോ നമ്മളെ കാണും ഗൈസ്. ഗൈസ് ഒടുക്കത്തെ സ്പീഡാണ് രണ്ടുപേർക്കും. ഓക്കെ, രണ്ടുപേരും വീണ്ടും നമുക്ക് മോളിക്ക് പോവാം. മോള് പോയിട്ട് തപ്പണം ഗൈസ്, എന്നാലേ വല്ല കളി നടക്കുള്ളൂ. ഇത് മറ്റേ സെക്യൂരിറ്റി റൂമാണ്. ഇവിടുത്തെ കീ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഈ റൂമിലാണ് കിടക്കേണ്ടത്. ഇവിടുത്തെ വാലടച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് സ്റ്റൺ ഗണൊക്കെ കിട്ടാറ്. ഇപ്രാവശ്യം ഇവിടെ തന്നെയാണോ നമുക്ക് നോക്കി നോക്കാം. സ്റ്റൺ ഗണില്ല, പക്ഷെ വേറെന്തോ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് വെപ്പൺ കീ ആണ്. വെപ്പൺ കീ സോ നമുക്ക് ഈ വെപ്പൺ കീ ഒന്ന് എടുക്കണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് താഴ്ത്തു പോകണം ഇതും കൊണ്ട്. എന്നിട്ട് ആ വെപ്പൺ എടുക്കണം ഗൈസ്. എന്നിട്ട് അമ്മച്ചിനെ അപ്പാപ്പൻ്റെ ഇന്ന് പൊട്ടി. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ അടിയിൽ പോകുന്നത് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ആരെയും കാണാനില്ലല്ലോ ഗൈസ്. അടിയിലേക്ക് പോണോ? അവൻ്റെ ഗ്രാനി എന്താ അവിടെ തന്നെ? ഇങ്ങോട്ട് വരൂ. ഗ്രാനി അങ്ങോട്ട് പോയിട്ട്. എനിക്കൊരു ഗ്രാനി ഇങ്ങോട്ട് വരുന്നു. അപ്പം നമുക്ക് ഈ വഴി പോയാലോ? പക്ഷെ ഗ്രാൻഡ് അവിടെ ഉണ്ടാവുമെന്നാണ്. വന്നല്ലോ പോലെ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. രണ്ടുപേരൊന്ന്
ആ സൈഡിലേക്ക് വേണമെങ്കിൽ എനിക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോകുമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട്. അമ്മച്ചെന്താണ് കൊടുക്കണേ? വലിച്ച്. അമ്മച്ചി തൊട്ടടുത്താണ് ഗൈസ്. ഇപ്പം നമ്മൾ പോയ റിസ്ക്കാണ്. അപ്പാപ്പനാണെങ്കിൽ തിരിച്ചും പോകുന്നുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം ഗ്രാനി ഇത് ആ റൂമിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അപ്പാപ്പൻ്റെ പിന്നാലെ വിട്ടാലോ ഗൈസ്? അതാണ് നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഗ്രാനി അവിടെ നിന്ന. ഗൈസ് ഗ്രാനി ഇപ്പം പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രാനി പോകുന്നുണ്ട്. ഗ്രാനി വീണ്ടും ഈ റൂമിൽ പോയോ? പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഈ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓടാം. പക്ഷെ നമ്മൾ പിടിക്കും ഗൈസ്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ 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 അതെ, ഇത് വീണ്ടും കൂടി വരണ്ട ഗൈസ്. ഗ്രാനി എന്താണ് ഇവിടെ വിട്ട് വേറെ പണിയില്ലേ? ഗ്രാനി അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് നൈസായിട്ട് ഈ വഴി അങ്ങോട്ട് പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ഈ വഴി നേരെ അടിയിലേക്ക് പോയിട്ട് വെപ്പൺ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പാപ്പന് ഇങ്ങോട്ട് വന്ന പെട്ട് ഗൈസ്. ഗൈസ് എന്തൊക്കെയോ തട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പോയിട്ടൊന്ന്. ഓ ഗൈസ്, അപ്പാപ്പൻ വന്നു അതിൻ്റെ അടുക്ക്. അതിൻ്റെ ഇടയ്ക്ക് അപ്പാപ്പൻ വന്നു ഗൈസ്. പക്ഷെ വെപ്പണിക്ക് നേരെ വെപ്പണിൻ്റെ മുമ്പിൽ ഞാൻ ഡ്രോപ്പായ. അതുകൊണ്ട് നമുക്ക് അവിടെ എങ്ങനെയും എത്തണം. സോ ഡേ 3 ഇതെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. സോ ഗൈസ് നമുക്ക് വീണ്ടും ശബ്ദം ഉണ്ടാക്കി അവരെ അടിച്ച് വിളിച്ച് നമുക്ക് വേറെ വെപ്പൺ എടുക്കാൻ പോകും. ഓക്കെ ഗൈസ്, ഞാൻ ശബ്ദം ഉണ്ടാക്കി വിളിച്ചിരിക്കുകയാണ്. ഇതാ ഗ്രാനി ഇതാ സ്പീഡിൽ കൊണ്ട് ഗൈസ്. നോർമലാണ് എന്നിട്ട് ഇത്ര സ്പീഡാ? പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, നമുക്ക് നേരെ പോയി വെപ്പൺ എടുക്കണം. നമുക്ക് വെപ്പൺ എടുക്കാൻ പെട്ടെന്ന് പോവാം. പക്ഷെ എൻ്റെ പൊന്നെ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലായി കാരണേ കുഴപ്പമാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഞാൻ തട്ടി മറിച്ചിട്ടായിരുന്നു. എന്തായാലും ഇതിവിടെ ആയിട്ട് എന്തോ വലിക്കാണ്ടെന്നാണ്. പക്ഷെ എൻ്റെ പൊന്നെ സെൻസിറ്റിവിറ്റി കുറച്ച് സീനാണ് ഗൈസ്. ഓ, ഈ ബുക്കാണ് വലിക്കാറുള്ളത്. സോ ഞാനൊന്ന് വലിക്കട്ടെ ഗൈസ്. പെട്ട് ഗൈസ്, നമ്മൾ വലിക്കാനായിട്ട് അമ്മച്ചു. വീണ്ടും അടിച്ചിട്ട് ഗൈസ്. സെൻസിറ്റിവിറ്റി കുറച്ച് അധികമാണ്. ഞാനൊന്ന് കുറച്ച് നോക്കട്ടെ കേട്ടോ. വലുതൊന്ന് നടക്കാൻ നോക്കട്ടെ. നമുക്ക് ഈ വായിൽ നമുക്ക് പുറത്ത് പോകാം. വീണ്ടും ശബ്ദം ഉണ്ടാക്കാം. സോ ഗൈസ്, ഞാൻ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. ആൻഡ് പെട്ട് ഗൈസ്. ഗ്രാൻഡ് പാണ്ട് ഗ്രാനും ഗ്രാൻഡ്പും രണ്ട് വശത്തുനിന്ന് വന്നു ഗൈസ്. ഗൈസ് എനിക്ക് അതിൽ കൂടെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. കാരണം ഗ്രാനിയോടെ ട്രാപ്പ് ഇട്ടൊക്കെയായിരുന്നു. എന്തായാലും നമ്മൾ കൊടുക്കും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പാപ്പനും കണ്ട്. സോ വീണ്ടും ലാസ്റ്റ് ഇടുക ഗൈസ്. ഈ ഓണ് നമുക്ക് ഈ എപ്പിസോഡിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ നിങ്ങൾ പറ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ ഈ ഗ്രാനി കിട്ടിയ എസ്കേപ്പ് ചെയ്യണമായിരിക്കും. നമ്മൾ വെപ്പെടുക്കാൻ പരമാവധി നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ ട്രാപ്പൊന്നുമില്ല എന്തായാലും. ഓ ഓക്കെ ഓക്കെ, അങ്ങടെ ആരോ പോയിട്ടുണ്ട്. സോ നമുക്ക് മുകളിൽ പോകണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വഴിക്ക് ഇറങ്ങിപ്പോലെ. ഓക്കെ, കറക്റ്റ് സമയത്ത് അമ്മാമ്മേൻ്റെ എൻട്രി. സെൻസിറ്റിവിറ്റി വീണ്ടും കുറച്ച് ഓവറായ. ഞാൻ ഇവിടുന്ന് വരുന്നുണ്ട്. സെൻസിറ്റിവിറ്റി കാരണം ഇടയ്ക്ക് തിരിയാണ്ടുമായി ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ഇവിടെ ചത്തുണ്ട്. അങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ പാർട്ട് 2 എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അങ്ങനെ എന്താ നമ്മുടെ നീരാളി എന്തോ ജീവിയുടെ വായൻ്റെ ഉള്ളിൽ കിടാൻ പോവാണ് ഗ്രാനി.
സോ അതാ ഇടാമാണ് ഇട്ടു. ഓക്കെ, ഗെയിം ഓവർ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നമുക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഗൈസ് നമ്മുടെ സെൻസിറ്റിവിറ്റി ഒക്കെ കുറച്ച് മാനേജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. സോ നമുക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ എസ്കേപ്പ് ചെയ്യാൻ പരമാവധി നോക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത ഇത് ഗെയിമാണെന്ന് കമൻറ്റ് ചെയ്യുക.